ഇന്ന് നമ്മോടൊപ്പം കേരളത്തിൽ നടന്ന മിസ് കേരള ബ്യൂട്ടി പാജന്റിൽ സുന്ദരിപ്പട്ടം കരസ്ഥമാക്കിയ അർച്ചന നായരുണ്ട്. അർച്ചന, വെൽക്കം ടു ദ പ്രോഗ്രാം. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. Is contestant number 20. Archana Nair. തുടക്കം മുതൽ ഒടുക്കം വരെ കാണികളുടെ കയ്യടി നേടിയാണ് തിരുവനന്തപുരം പെരുന്താന്നി സ്വദേശിനിയായ അർച്ചന നായർ മിസ് കേരള 2009 ആയത്. അമേരിക്കയിൽ ഡോക്ടറായ അപ്പുക്കുട്ടൻ ലതാ നായർ ദമ്പതിമാരുടെ ഏകമകളായ അർച്ചന ബയോമെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. മിസ് അമേരിക്കൻ മലയാളി, മിസ് ഇന്ത്യ USA റണ്ണറപ്പ്, മിസ് ഫർഖാന തുടങ്ങി നിരവധി ടൈറ്റിലുകൾ നേടിയിട്ടുള്ള അർച്ചന നായർക്ക് കേരളത്തിന്റെ മുഖശ്രീയാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമാണ്. അർച്ചന എവിടെയാണ് അമേരിക്കയിൽ താമസിക്കുന്നത്? ഞാൻ അമേരിക്കയിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഒരു വാക്കില് നിർത്താൻ പറ്റില്ല. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും മിനസോട്ടയിലാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കാലിഫോർണിയയിലാണ്. കാലിഫോർണിയയിലെ ബേ ഏരിയ എന്ന് പറയും. അതുകൊണ്ട് ഇപ്പം 2 സ്ഥലത്തെ ആള് എന്ന് വേണമെങ്കിൽ പറയാം. കാലിഫോർണിയ എന്ന് പറഞ്ഞല്ലോ, കാലിഫോർണിയയിൽ എന്ത് ചെയ്യുന്നു? കാലിഫോർണിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും കോളേജിലാണ്. കോളേജിൽ ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് ആണ്. അവിടെ ഞാൻ 2ാമത്തെ വർഷം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. 21-ാം തീയതി ഞാൻ ബയോമെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എടുക്കാൻ പോകുന്ന മേജർ. അറ്റ്ലീസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷെ മിക്കവാറും എടുക്കാൻ പോകുന്ന മേജർ അതാണ്. അതുകൊണ്ട് കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പുതിയൊരു വീട് എന്ന് വേണമെങ്കിൽ പറയാം, കോളേജ് അവിടെ ആയതുകൊണ്ട്. കോളേജ് ലൈഫിനെ പറ്റി പറഞ്ഞില്ലേ, ഇവിടുത്തെ കോളേജ് ലൈഫും നാട്ടിലെ കോളേജ് ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? കോളേജ് ലൈഫ് എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ അമേരിക്കയിലെ കോളേജ് ലൈഫ് മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒന്ന് അനുഭവിച്ചു എന്റെ ഫ്രണ്ട്സ് വഴി. അപ്പം ഞാൻ പാജന്റിൽ കൂടെ പലരെയും പരിചയപ്പെട്ടു. ഞങ്ങളുടെ ബാക്കി 20 കണ്ടസ്റ്റന്റ്സിൽ ഭൂരിഭാഗവും നാട്ടിൽ തന്നെ പഠിക്കുന്ന കുട്ടികളാണ്. അതില് പലരും കോളേജിലാണ്, ചിലര് കോളേജ് കഴിഞ്ഞു, ചിലരിപ്പോഴും കോളേജിലാണ്. അപ്പൊ അവര് വഴി എനിക്ക് ഒത്തിരി കോളേജിന്റെ അനുഭവങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഇവിടത്തെ നമ്മുടെ പഠന രീതി ആയാലും എല്ലാത്തിനും ഒരു കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്, നമുക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നാട്ടിലാവുമ്പോഴത്തേക്കും നമ്മൾ ഒരു കോഴ്സ് എടുത്ത, ഒരു മേജർ എടുത്ത ആ ഒരു സ്ട്രിക്റ്റ് ഒരു സിലബസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പം നാട്ടിൽ എനിക്കിപ്പോൾ കുറെ അവസരങ്ങൾ വരുന്നുണ്ട്. പല മേഖലയിൽ എനിക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. അമേരിക്കയിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എനിക്ക് എന്റെ പഠനത്തിൽ നിന്ന് ഒരു അവധിയെടുക്കാൻ എനിക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇവിടെ പലരും സ്റ്റഡി അബ്രോഡിനും മറ്റേ മറിച്ചതും പറഞ്ഞ് അവധിയെടുക്കാറുണ്ട്. നാട്ടിലൊരു കുട്ടിയാണെങ്കിൽ നാട്ടിലെ ഒരു ബികോം കുട്ടിക്ക് ഒരു ക്വാർട്ടർ ഒന്നും അവധി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നാട്ടിലെ ഒരു കുട്ടിയെക്കാട്ടിയും എനിക്ക് കൂടുതൽ ഒരു സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് മിസ് കേരള കാരണം അവസരങ്ങൾ നേടിയെടുക്കാനായിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം കോളേജ് ജീവിതമായാലും പിന്നെ അത് ഞാൻ ഫ്രണ്ട്സിന്റെ നിന്ന് കുറെയൊക്കെ അറിഞ്ഞു. അവിടെ അവര് ക്ലാസ്, നമുക്ക് ഇവിടെ അത്രയും ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നാട്ടില് ക്ലാസ് കട്ട് ചെയ്ത് അതൊരു സ്ഥിരം പരിപാടി തന്നെയാണ്. പിന്നെ അങ്ങനെ ഇങ്ങനെയും അത് ഒരു വേറൊരു അടിച്ചോളി. ഇവിടത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആ ഡോംസിൽ നമ്മൾ താമസിക്കുന്നതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അവിടെ ആ ഡോംസിൽ താമസിക്കാതെ ആ കോളേജ് സമയത്തിനുള്ളിലുള്ള ആൾക്കാരെ അടിച്ചു പൊളിക്കുകയാണ്, രസിക്കുകയാണ്. അപ്പൊ അങ്ങനെയും പല പല വ്യത്യാസങ്ങളുണ്ട് നമുക്ക്. അത് കോളേജ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നാട്ടിലെ കോളേജും അമേരിക്കയിലെ കോളേജും വളരെ വ്യത്യാസമുള്ള 2 കാര്യങ്ങളാണ്. മിസ് കേരള പട്ടത്തിന് പുറമെ മിസ് ബ്യൂട്ടിഫുൾ മൈൻഡ്, മിസ് ടാലന്റഡ് എന്നീ സബ് ടൈറ്റിലുകളും അർച്ചന നേടി. അമേരിക്കയിലുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനം. കാരണം അമേരിക്കയിലെ കുട്ടികൾ വളരുമ്പോൾ അവർ വിചാരിക്കും നമ്മുടെ നാടൻ സംസ്കാരവും നാട്ടിലെ രീതികളൊന്നും അവർ ഔട്ട് ഓഫ് ടച്ച് ആണ് എത്രയായാലും. അപ്പം അതിനൊരു പ്രചോദനം തന്നെ ആയിരിക്കും എപ്പോഴും. കൂടാതെ
എനിക്ക് ഈ ടൈറ്റിൽ ഉപയോഗിച്ച് എനിക്ക് നമ്മുടെ നാടിന്റെ സംസ്കാരം അവിടെ വികസിപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്നത് അത് എന്റെ ഒരു വലിയ ഭാഗ്യം. കൂടാതെ ഇവിടെ ഒരു ഇന്ത്യയിൽ എനിക്കൊരു കേരളയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആവാൻ കഴിയുന്നത് ഞാൻ ഒരു അഭിമാനിക്കുന്ന കാര്യമാണ്. തിരുവനന്തപുരം കുന്നുകുഴി സ്വദേശിനിയായ ഗീതു ക്രിസ്റ്റിയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജിൽ അവസാന വർഷ ബികോം വിദ്യാർത്ഥിനിയാണ് ഗീതു ക്രിസ്റ്റി. ആദ്യ റൌണ്ടായ ഡിസൈനർ സാരി റൌണ്ട് മുതൽ അവസാന റൌണ്ടായ കേരള സാരി റൌണ്ട് വരെ കാണികളുടെ പ്രോത്സാഹനം ഏറെ ഏറ്റുവാങ്ങിയാണ് ബോണി മേരി മാത്യു സെക്കൻഡ് റണ്ണറപ്പായത്. ഇവർക്ക് പുറമെ മിസ് ഫോട്ടോജനിക്കായി പ്രിയങ്ക റാവുവും മിസ് പെർഫെക്റ്റനായി പ്രിയങ്ക സായ്നാഥും തെരഞ്ഞെടുക്കപ്പെട്ടു. വശ്യമാർന്ന പുഞ്ചിരിക്കുള്ള സമ്മാനം അഞ്ജുഷ ജയകുമാറിനാണ് ലഭിച്ചത്. മാളവിക വെയിൽസിന്റെയാണ് സൌന്ദര്യമാർന്ന കണ്ണുകൾ. അർച്ചന ഈ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ മിസ് കേരളപ്പട്ടം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? നമ്മള് അവസാനം ഇതൊരു മത്സരം തന്നെയല്ലേ. അപ്പൊ മത്സരം ആവുമ്പോഴത്തേക്ക് അതിൽ തോൽവിയുണ്ട് ജയമുണ്ട്. അപ്പം അത് മാത്രമല്ല എല്ലാ കുട്ടികളും എല്ലാ 21 കുട്ടികളും സുന്ദരികളായിരുന്നു. അവർ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഞാൻ തന്നെ മിസ് കേരള അവസാനം ആവും എന്ന് ഉറപ്പിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു എനിക്ക് തന്നെ കിട്ടും എന്നതിന് ഉറപ്പില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മിസ് കേരളയിൽ പങ്കെടുത്ത് തന്നെ ഒരു വളരെ യാദർശികമായിരുന്നു. കാരണം ഞാൻ നാട്ടിൽ വന്ന് ഞാനൊരു വെക്കേഷനിൽ വന്ന് വെറുതെ ഞാൻ മിസ് കേരളയെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി നാട്ടിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ എനിക്കൊന്ന് മിസ് കേരളയിൽ പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അങ്ങനെ യാദർശികമായി ഞാൻ നാട്ടിൽ പോയപ്പം ആ മിസ് കേരള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പങ്കെടുത്തു, ജയിച്ചു. പക്ഷെ അത് ഞാൻ ആ കോമ്പറ്റീഷനിൽ പോകുമ്പോൾ ഞാൻ അത് ജയിക്കും എന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കില്ല. കാരണം ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വളരെ സുന്ദരികളാണ്, വളരെ കോൺഫിഡന്റ് ആണ്, എല്ലാവരും വളരെ ടാലന്റഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തന്നെ കിട്ടും എന്നത് ഒരിക്കലും ഇല്ല. എനിക്ക് ദൈവത്തിന്റെ എന്നൊരു അനുഗ്രഹം കിട്ടി. അതാണ് എനിക്ക് ഈ മിസ് കേരള പട്ടം എടുക്കാൻ സാധിച്ചത്. നാട്ടിൽ എല്ലാ കൊല്ലവും അർച്ചന വെക്കേഷന് പോകാറുണ്ടോ? കേരളത്തിൽ എല്ലാ വർഷവും ഈ സമ്മർ വെക്കേഷന് പോവാറുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും പോവാൻ പലപ്പോഴും സാധിക്കാറില്ല. കാരണം പല സാഹചര്യങ്ങളാൽ എനിക്ക് നാട്ടിൽ വരാനുള്ള ഇതില്ല. പക്ഷെ ഞാൻ ഒക്കാവുന്ന വർഷങ്ങളിൽ ഞാൻ നാട്ടിൽ പോവും. കാരണം നാട് എനിക്ക് എപ്പോഴും ഒരു വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് നാട്ടിൽ പോയി ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുപരി എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആണ് ഞാൻ ഡാൻസ് പഠിക്കുന്നത്. ഡാൻസ് എന്റെ ഒരു വളരെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകുന്നത് എപ്പോഴും ഒരു വളരെ കൗതുകമാണ്. എനിക്ക് എന്റെ ടീച്ചറിനെ കാണാം, എനിക്ക് ഡാൻസ് പഠിക്കാം. അവിടെയാണ് എനിക്ക് ഒന്ന് ഡാൻസ് പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകുന്നത് എല്ലാ വർഷവും ഞാൻ പോവാറുണ്ട്. നാട്ടിൽ മാത്രം ഞാൻ ഡാൻസ് പഠിക്കുമ്പം നാട്ടിൽ പോയി എനിക്ക് പോകുന്നത് ആ ടീച്ചറിനെ എനിക്ക് കാണാം, ഡാൻസ് ക്ലാസ്സിൽ പോവാം. മിക്കവാറും അമ്മയായിരിക്കും എന്നെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വരുന്നത്. അമ്മ അതായത് ഞാനൊരു 4-5 മണിക്കൂർ ടീച്ചറിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ അമ്മ വിളിച്ചിറക്കിക്കൊണ്ട് പോകണം എന്നെ അവിടുന്ന്. അതുവരെ ഞാൻ പോവാറില്ല. ഇപ്പം ഈ മിസ് കേരള ആയതുകൊണ്ട് ടീച്ചറിന്റെ അവിടെ ആദ്യം ഈ ബ്രേക്കിന് പോകാൻ പറ്റിയില്ല, അറ്റ്ലീസ്റ്റ് അവസാനത്തെ 1.5 മാസം. പക്ഷെ അതിന് പകരം നാട്ടിൽ ബിസിയായി. ബട്ട് നാടെപ്പോഴും എനിക്ക് വളരെ ഒരു ഇഷ്ടമുള്ള ഒരു അനുഭവമാണ്. മിസ് കേരള പാജന്റിലെ ഏറ്റവും നല്ല അനുഭവം എന്തായിരുന്നു? ഒരു അനുഭവം എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പാജന്റ് ഗ്രൂമിംഗ് സെഷൻസ് തുടങ്ങിയത് തന്നെ മിസ്റ്റർ മുരളി മേനോന്റെ ഒരു സെഷൻ വെച്ചിട്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ നല്ല അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾ കയറി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ക്വയറ്റായിട്ട് ഇതൊരു കോമ്പറ്റീഷൻ ആണെന്ന് ഞങ്ങൾ ആ ഒരു കയറിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി. കാരണം എല്ലാരും പതുക്കെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കാതെ ഒക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മുരളി മേനോന്റെ ഞങ്ങൾ കുറെ എക്സസൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ചിരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും അവസാനം ഞങ്ങള് ഒരു കുടുംബമായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതൊരു എനിക്കൊരു ഏറ്റവും ഒരു നല്ലൊരു അനുഭവം, ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ല, വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടാണ് പിന്നെ പോയത്. അപ്പം അത് എടുത്തു പറയാൻ പറ്റും.